എൻ്റെ കയ്യിൽ നിന്നും വിലപിടിപ്പുള്ള സമ്മാനം നേടിയെടുത്തു. മേടിച്ചോണ്ട് പോയി. മേടിച്ചുകൊണ്ട് പോയി. അതാണ് രസം എന്ന് പറയുന്നത്. ഇതിനകത്ത് രസം എന്ന് വെച്ചാൽ ഹാരിസ്, രഞ്ജിത, ഈ രഞ്ജിത രായഷായ എന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു രസകരമായ സംഭവമാണ്. എവിടെ ഞാൻ രഞ്ജിത ഞാനോട് ഇന്ന് ഒന്നിച്ച് ഞങ്ങൾ ലാസ്റ്റ് ദിവസമാണ് ഇന്ന് ഒന്നിക്കുന്നത്. ഇന്ന് ഞങ്ങളിപ്പോൾ 4ാമത്തെ വട്ടമാണ് ഒന്നിക്കുന്നത്. എങ്കിലും എൻ്റെ ഉണ്ണിയണ്ണനാണ് ഏറ്റവും വലിയ എനിക്കിഷ്ടം. എന്തിനാണ് മാഡം അങ്ങനെ പറയുന്നത്? മറ്റൊരു പുരുഷന്റെ കൂടെ ജീവിച്ച ഒരു സ്ത്രീയെ യാതൊരു സാധാരണഗതിയിൽ ഒരു ഭർത്താവ് സ്വീകരിക്കത്തില്ല. അത് ഇയാളെന്താ ഇത്ര വിശാല മനസ്കത കാണിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്റെ കുഞ്ഞുങ്ങളെ പിന്നെ എടുത്ത് കളയാൻ പറ്റും. അപ്പൊ എന്നൊരു കാര്യം ചെയ്യണം, എനിക്ക് ഞാൻ വേറൊരു കല്യാണം കഴിച്ചുകൊണ്ട് വന്നാൽ ആ സ്ത്രീ എങ്ങനെ നല്ലതാണെന്ന് എനിക്കറിയാൻ പറ്റുമോ? എന്റെ കുഞ്ഞുങ്ങളെ നോക്കുന്നല്ലോ ഉറപ്പുണ്ടോ? അത് ആർക്കും തരാൻ പറ്റുമോ? നിങ്ങൾ പറയുന്നത് അവർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണെന്നാണ് പറയുന്നത്. എന്റെ കുഞ്ഞുങ്ങളെ നോക്കി ഇനിമേൽ ഇതിപ്പം 3-ോ 4-ഓ തെറ്റായി. ഇനി അങ്ങനെ ഇതിനു മുമ്പ് പല കോംപ്രമൈസുകളും നടന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഓരോ തവണയും കോംപ്രമൈസ് നടക്കും. ഇവർ എന്ത് തീരുമാനത്തിലാണ് തിരിച്ചു വരുന്നത്? ഇപ്രാവശ്യം വന്ന അന്ന് 2015 വന്നേക്കുന്ന എഴുതി വെച്ചേക്ക് ഇനി എന്റെ ഉണ്ണിയണ്ണനെ ഞാൻ ഒരിക്കലും വേദനിപ്പിക്കത്തില്ല, ഉണ്ണിയണ്ണൻ പറഞ്ഞല്ല ശരിയായിരുന്നു, ഇനി അങ്ങനെ ഉണ്ടാവത്തില്ല എന്ന് എഴുതി വെച്ച് ഡയറിക്കകത്ത് എഴുതി വെച്ചേക്കുന്നത്. 2011 ഡയറിക്കകത്ത് എഴുതി വെച്ചേക്കുന്നത്. ഈ കോംപ്രമൈസ് പറഞ്ഞു വരുമ്പോ നമ്മൾ ഇനി ഒന്ന് തെറ്റ് ചെയ്യത്തില്ലെന്ന് പറഞ്ഞാൽ അന്ന് വന്നതും 2011 വന്നതും അതിന്റെ പ്രതികരണമല്ലേ അവൾ എഴുതി വെച്ചേക്കുന്നത്. ഞാൻ എഴുതി വെച്ചാലല്ലോ. ഞാൻ അതല്ല ചോദിച്ചത്. നമ്മൾ കോംപ്രമൈസ് നടന്നു എന്ന് പറഞ്ഞു, ഡയറിയിൽ എഴുതിയ കാര്യമല്ല ചോദിക്കുന്നത്. കോംപ്രമൈസ് അങ്ങനെ നടന്നല്ല, കൊണ്ടുവന്നല്ല. ഇവളെ ഞാൻ പോയി വിളിച്ചോണ്ട് വിളിച്ചോണ്ട് വരുമ്പോഴും നമ്മളൊരു ചോദ്യം ചോദിക്കത്തില്ല സ്വാഭാവികമായിട്ടൊരു ഭർത്താവ് എന്നുള്ള രീതിയിൽ. ഞാൻ ചോദിച്ചു, അപ്പൊ എന്താ അവര് പറഞ്ഞത്? അവർ പറഞ്ഞു ഇനി അങ്ങനെ സംഭവം ഉണ്ടാകത്തില്ല. സംഭവം ഉണ്ടാകത്തില്ലെന്നാണോ? അങ്ങനെയൊന്നും നടന്നിട്ടില്ലെന്നാണോ പറഞ്ഞത്? അങ്ങനെ നടന്നിട്ടില്ലെന്നും പറഞ്ഞു. അങ്ങനെ സംഭവം ഇനി ഉണ്ടാവാൻ പോകുന്നില്ലെന്നാണ്. അപ്പൊ അതിനൊരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടിയില്ലേ? സംഭവം ഒന്നും ഉണ്ടായില്ലെന്നും അങ്ങനെ അവര് പറയുന്നുണ്ട്. ഉണ്ടായി, പക്ഷെ ഇനി അങ്ങനെ. പക്ഷെ അതിനകത്തുള്ള പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വിശ്വസിച്ച് തന്നെയാണ് അദ്ദേഹം പലപ്പോഴും വിളിച്ചുകൊണ്ട് വരികയും വീണ്ടും സന്തോഷമായിട്ട് വരികയും പിന്നെയും കുഞ്ഞുണ്ടാവുകയൊക്കെ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് ഈ ഡയറി ഇയാള് വിശദമായിട്ട് വായിക്കുന്നത് വരെ സംഭവിച്ചിട്ടില്ല എന്ന് 50% എന്തെങ്കിലും ഉണ്ടാവുമോ എന്നുള്ള ചെറിയ സംശയം. അതാണ് കാര്യം. പക്ഷെ കാരണം ഇദ്ദേഹത്തിന് ഒരു അഭിമാന പ്രശ്നം ഉള്ളത് കൊണ്ട് ആരുമായിട്ട് ഇത് ക്ലാരിഫൈ ചെയ്യാനൊന്നും നിന്നിട്ടില്ല. അപ്പൊ ചോദിക്കുന്ന ഒരു മോശം അല്ലെങ്കിൽ കേസ് കൊടുക്കുമായിരുന്നു. ഈ ഡയറിയാണ് ഇപ്പൊ ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്ന് പറയുന്നത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോ ഓൾമോസ്റ്റ് അത് വായിക്കുന്നവർക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഇപ്പൊ ഇതിനകത്ത് തന്നെ ഉള്ളത്. അപ്പൊ ഈ 2015 സംഭവം നടക്കുമ്പം SI വിജിതയുണ്ട്, പ്രദീപിന്റെ അമ്മാവന്മാരുണ്ട്, ഇതെല്ലാം ഉണ്ട്. അത് മാത്രമല്ല ഇവർ തങ്ങളിൽ സംസാരിക്കുന്നത്, പ്രദീപിന്റെ കുഞ്ഞമ്മ വീട്ടിൽ വന്ന് സംസാരിക്കുന്നതും ഈ പ്രിയ ഞാൻ അവൾ മരിച്ചു കളയും, അവരെ അമ്മ പോയി കഴിഞ്ഞാൽ അവൾ 3-ാം തീയതി അവൾ മരിച്ചു കളയും എന്നൊക്കെ പറയുന്നത് ഇവരെ കുഞ്ഞമ്മ കേട്ടിട്ടുണ്ട്. എത്ര വർഷം ഒരുമിച്ച് താമസിച്ചു പ്രദീപിന്റെ കൂടെ? 3 വർഷം. ഒരു കുഞ്ഞല്ലേ? എത്ര വയസ്സുണ്ട് കുഞ്ഞ്? 2.5 വയസ്സുണ്ട്. 2.5 വയസ്സായി. ഇപ്പം പ്രദീപ് നിങ്ങളുമായിട്ട് അകന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷവും 4 മാസവും കഴിഞ്ഞ്. പക്ഷെ ഞങ്ങൾ തമ്മിൽ ജീവിച്ചു എന്ന് പറയുന്നത് 2.5 വർഷക്കാലമാണ്. നല്ല സ്നേഹവും ഒത്തൊരുമയോടും കൂടി ജീവിച്ചത്. പിന്നീടുള്ളത് വഴക്കിട്ട് എപ്പോഴും അടിയും അങ്ങനെയൊക്കെയുള്ളൊരു ഒത്തൊരുമയില്ലാത്ത ഒരു ജീവിതമായിരുന്നു പിന്നീടുള്ള ജീവിതം. എങ്കിലും കല്യാണം കഴിഞ്ഞ് 3 വർഷവും 4 മാസവും. എന്തായിരുന്നു വഴക്കിന്റെ പ്രധാന കാരണം? എന്തുവാ വഴക്കിന്റെ പ്രധാന കാരണം? എന്നെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. ഞാൻ പറയത്തില്ല എന്നെ ഒരിക്കലും എന്ന് വെച്ചാൽ വീട്ടിൽ വെച്ച് എൻ്റെ സ്നേഹിച്ചുകൊണ്ടിരിക്കുമ്പോഴും പറയും, നീ നിന്റെ വീട്ടിൽ ഒരുപാട് ദുഃഖം അനുഭവിക്കുന്നതുകൊണ്ട് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഒരിക്കലും ഞാൻ നിന്നെ വേദനിപ്പിക്കില്ല, എന്തിനും ഏതിനും ഞാൻ നിന്റെ ഒപ്പം ഉണ്ടാവും എന്നെനിക്കൊരു വാക്ക് തന്നായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാനില്ലാത്തപ്പോൾ എന്തിനാ അണ്ണനെ അവളെ ഈ വീട്ടിൽ കയറ്റിയത് എന്ന് ചോദിച്ചു. അന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞു, അത് ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം, പക്ഷെ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഈ വീടിനകമൊക്കെ ഒന്ന് കാണണം, ഞാൻ നല്ല വാതിലിനൊന്നും വന്നില്ല, അതുകൊണ്ട് എനിക്ക് വീടൊന്ന് കാണണമെന്ന്. ഞാൻ പറഞ്ഞു, എങ്കിലും അണ്ണൻ അവളെ ഇവിടെ കയറ്റണ്ടായിരുന്നു, കാരണം അവളുടെ സ്വഭാവങ്ങളൊക്കെ പിന്നെ ഏറെക്കുറെ ഉണ്ണിയണ്ണം പറഞ്ഞു, നാട്ടുകാർ പറഞ്ഞു അറിയുന്നത് എൻ്റെ കല്യാണം കഴിഞ്ഞ കുറേ. അപ്പം ഞാൻ പറഞ്ഞു അതൊരു തെറ്റാ, വേണ്ടായിരുന്നെന്ന് പറഞ്ഞു. പറഞ്ഞു ഒന്ന് വീട്ടിൽ വന്നെന്നും പറഞ്ഞു. എന്തുവാ? ഞാൻ പറഞ്ഞു ആ സാരമില്ല എന്ന് പറഞ്ഞു. ഞാനങ്ങ് ക്ഷമിച്ച്. എന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞു, അണ്ണൻ എന്തോ കാര്യം എന്നോട് പറയണമെന്ന് പറഞ്ഞു, അത് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു വാങ്ങി നമുക്ക് കിടക്കാമെന്നും പറഞ്ഞിട്ട് TV നിർത്തിയിട്ട് എന്ന് ഞാൻ പറഞ്ഞു എനിക്ക് സീരിയൽ കാണണം, വേണ്ട ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു. ഞാനങ്ങ് ചെന്ന് പിന്നെ കൂടെ കിടന്നപ്പോൾ ഞാൻ പറഞ്ഞേ, അണ്ണ എന്തു അണ്ണ പറയാനുള്ളത്, എന്തിനാ പ്രിയ വന്നത്? ഒന്നുമില്ല നീ കിടന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇങ്ങനെ കുത്തി ഓരോന്ന് ചോദിക്കുന്നുണ്ട്. കട്ടിലിൽ നിന്ന് നീറ്റ് അങ്ങ് താഴെ കിടന്നു, ഭയങ്കര ചൂടാന്നും പറഞ്ഞു. അവിടെ കിടന്ന് ഉറങ്ങിയിട്ട് ഞാൻ ഉറക്കം പിടിച്ചപ്പോൾ വീണ്ടും മുകളിൽ വന്ന് കിടന്ന്. എന്നിട്ട് പിറ്റേന്ന് രാവിലെ ഞാൻ ചായയും കൊണ്ട് ചെന്നപ്പം ചായ വാങ്ങിച്ചിട്ട് എന്നെ നോക്കി അങ്ങ് നിൽക്കുന്നത്. ഞാൻ ചോദിച്ചാൽ എന്താ എന്ന് ചോദിച്ചാൽ പറഞ്ഞു ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഹാളി ചായയും കൊണ്ട് വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ച് അങ്ങ് കരയുന്നു. മോനും ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അപ്പം
അപ്പം ഞാൻ ചോദിച്ചാൽ എന്താ കാര്യം എന്തുവാ? ഒന്നുമില്ല. ഞാൻ പറഞ്ഞ അല്ല എന്തോ കാര്യമുണ്ട് ഇങ്ങനെ കരയണമെങ്കിൽ. അതേ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ പ്രിയ വന്നെന്ന്, അവൾ എൻ്റെ അടുത്ത് പറഞ്ഞ് അവിടെ ഇളയ മോള് എൻ്റെ ആണെന്ന്. ഞാൻ ചോദിച്ചാൽ എന്തോ അണ്ണൻ ഈ പറയുന്നത്? അത് അവൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, അതെനിക്ക് ഭയങ്കര വിഷമമായി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തുവാ ഇളയ മോള് അണ്ണൻ്റെ ആണെന്ന്. അന്നേരം പറഞ്ഞു ആ. ഞാൻ പിന്നെ ഒരക്ഷരം ഞാൻ മിണ്ടിയില്ല. ഞാൻ അതോടുകൂടി അവിടെ അങ്ങ് നിന്നു.